ഹലോ ഗൈസ്, മാർവൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുക സാംസങ്ങിൻ്റെ മൊബൈലിലുള്ള 2 കിടിലം ഫീച്ചേഴ്സാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രണ്ട് കിടിലം ഫീച്ചർ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പറ്റുക. അപ്പോൾ അതിലെ ഫസ്റ്റ് ഫീച്ചറാണ് നമ്മുടെ ഗാലറിയിലുള്ള ഒരു കിടിലം ഫീച്ചറാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നോർമലി അത് ജസ്റ്റ് വലിയതായിട്ട് കാണിക്കേണ്ടതല്ല, ഒരു ഷോർട്ട് വീഡിയോ കൂടെ വേണമെങ്കിലും മെൻഷൻ ചെയ്ത് കാണിക്കുക എന്നുള്ളൊരു ഫീച്ചർ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് ഗാലറി ഓപ്പൺ ചെയ്യുക, നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോയ്ക്ക് എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം കളർ മിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ലൈറ്റ് റൂമിൽ വരുന്ന സാധനങ്ങളെല്ലാം ഈ ഓപ്ഷനിൽ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഒബ്ജക്റ്റ് ഇറൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റിന് ഇറൈസ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഇറൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പ്രോസസ്സ് ആയ ശേഷം അതത്ര ഇറൈസ് ആയി പോകും. കാരണം ഇത് നല്ലൊരു കിടിലം ഫീച്ചറാണ്. കാരണം ഈ സാംസങ് ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. സാംസങ് ഗാലറിയിലുള്ള ഒരു ഫീച്ചേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് വൺ ഫീച്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ ഫോണിൽ പൊതുവേ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എസ് സീരീസിനകത്ത് പൊതുവേ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഡെക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ S20 FE വേരിയൻറ്റിലും സാംസങ്ങിൻ്റെ ഡെക്സ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണ്, എങ്ങനെയാണ് ഡെക്റ്റിൻ്റെ യൂസ് എന്നാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മുടെ PC ഉണ്ടാവണം. PC-ൽ കേബിൾ മുഖേന, ഡാറ്റ കേബിൾ മുഖേന കണക്ട് ചെയ്തിരിക്കണം. അതിനുശേഷം മൊബൈൽ അവിടെ തന്നെ വെക്കാം. മൊബൈൽ ഇപ്പോൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വേണമെങ്കിലും വെക്കാം, പ്രോബ്ലം ഒന്നുമില്ല. ഇതിനുശേഷം നമ്മുടെ PC-ൽ എങ്ങനെ ഡെക്സ് വർക്ക് ആവണമെന്ന് വെച്ചാൽ PC-ൽ സാംസങ്ങിൻ്റെ തന്നെ ഡെക്സിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഡെക്സ് സിഗ്നിൻ ചെയ്തോളും. കാരണം റെസിഗ്നേഷൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ഡെക്സ് കണക്ട് ചെയ്ത് വരും. ഇതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡെക്സ് ഞാനിവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വലിയ താമസമൊന്നുമില്ല, ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിനകത്തൊരു നോട്ടിഫിക്കേഷൻ വരും. അവിടെ സ്റ്റാർട്ട് നൗ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഡെക്സ് കണക്ട് ആവും. പക്ഷേ ഫോണിനകത്ത് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഡെക്സിനകത്തും കാണാൻ പറ്റും. ഡെക്സിനകത്ത് നമ്മൾ എന്ത് വർക്ക് ചെയ്താൽ പോലും ഫോണിനകത്ത് സ്ക്രീനിൽ അത് ഓപ്പൺ ആയി വരില്ല. അതാണ് നമ്മളിപ്പം ഒരേ സമയം നമുക്ക് മൾട്ടി ടാസ്കിങ് പോലെ വർക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഡെക്സിൻ്റെ വേറൊരു ഗുണം. അതായത് നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാംസങ്ങിൻ്റെ ഡെക്സ്. അതായത് നിങ്ങൾ ആൻഡ്രോയിഡ് PC അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആൻഡ്രോയിഡ് PC എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതൊരു മിനി PC എന്ന് പറയാൻ വേണം, മിനി ഒരു ലാപ്ടോപ്പ് എന്ന് വേണം പറയാം. അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ മൊബൈലിൽ ടച്ച് സ്ക്രീനിൽ കൊണ്ട് ആക്സസ് ചെയ്യുന്നതല്ല, നമുക്കിവിടെ മൗസ് പോയിന്റ് കൊണ്ട് ആക്സസ് ചെയ്യാം. അതാണ് ഇവിടുത്തെ മെയിൻ ഓപ്ഷൻ. ഇവിടെ ഞാനിപ്പം മൊബൈലിൽ ഗാലറി ഓപ്പൺ ചെയ്തു. മൊബൈലിൽ ഗാലറി ഓപ്പൺ ആയാൽ പോലും നമ്മുടെ PC-ൽ ഒരിക്കലും ഗാലറി ഓപ്പൺ ആയിട്ടുള്ളത് കാണിക്കത്തില്ല. ഞാനിവിടെ PC-ൽ സാംസങ്ങിൻ്റെ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. പക്ഷേ സാംസങ്ങിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആയാലും മൊബൈലിലത് കാണിക്കില്ല. ഇപ്പോൾ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരേ സമയം നമ്മൾ ലാപ്പിൽ എന്ത് ചെയ്താൽ പോലും അത് മൊബൈലിൽ കാണിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരേ സമയം ലാപ്പിൽ ഇപ്പോൾ ഇങ്ങനെ ഡെക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലാപ്പിൽ വേറെ യൂസ് ചെയ്യാം. അതേസമയം നമുക്കിവിടെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ മെസ്സേജ് വായിക്കാം. ഒരേ സമയം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് സാംസങ്ങിൻ്റെ ഡെക്സ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം, ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം PC-ക്കകത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് വരട്ടെ, അല്ലെങ്കിൽ Excel യൂസ് ചെയ്യുക. ആൻഡ്രോയിഡ് Excel ഉണ്ടല്ലോ, അപ്പോൾ ആ Excel ഇൻസ്റ്റാൾ ചെയ്തിട്ട് PC-ൽ Excel യൂസ് ചെയ്യുക. അപ്പോൾ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കണം. ഒരേ സമയം നിങ്ങളിവിടെ സ്ക്രീൻഷോട്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റും. കാര്യം ഒരേ സമയം നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ എളുപ്പത്തിലാക്കുക. ആ സാംസങ്ങിൻ്റെ ഡെക്സ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിനകത്ത് ഞാൻ ഫുൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഗെയിംസും കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഗെയിംസ് കളിക്കാൻ പറ്റുമോ ഇല്ലയോ? അപ്പം ഞാൻ ഒരിക്കലും അത് പറയില്ല. ജസ്റ്റ് ഗെയിംസ് ഇവിടെ ഞാൻ ഓപ്പണാക്കി കാണിക്കാം. ഓപ്പണായി എല്ലാം വരും. നിങ്ങൾക്ക് ഗെയിമിംഗ് സ്ക്രീനിൽ ലോബി അടക്കം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏതൊരു മോഡ് എടുത്ത് അല്ലെങ്കിൽ ഏതൊരു മാപ്പ് എടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ പോലും ഗെയിം സ്റ്റാർട്ട് ആവും. പക്ഷേ നിങ്ങൾക്കിവിടെ കൺട്രോൾസ് യൂസ് ചെയ്ത് കളിക്കാൻ സാധിക്കില്ല. കാര്യം ഞാൻ കുറേ വട്ടം നോക്കിയതാണ് അങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട്. പക്ഷേ എൻ്റെ ഇതിൽ എനിക്കത് കളിക്കാനായിട്ട് പറ്റിയിട്ടില്ല.
കാര്യം നമുക്ക് നോർമലി ഇങ്ങനെ ഓപ്പണായി വരും. പക്ഷേ മൊബൈലിൽ അത് ഒരിക്കലും നമുക്കിവിടെ കാണിച്ചിട്ടില്ല. റീസെൻ്റ്ലി മാത്രം കാണിക്കുന്നുണ്ട് ഗെയിം ഓപ്പൺ ആകുന്നു, അല്ലാതെ നമുക്ക് മൊബൈൽ ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടില്ല. ഇവിടെ ഡെസ്കിനകത്ത് ഓപ്പൺ ആയതെല്ലാം റീസെൻ്റ്ലി മാത്രമേ കാണിക്കുന്നുള്ളൂ. മൊബൈൽ ഓപ്പൺ ആയതെല്ലാം അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ എടുത്തു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. റീസ്റ്റാർട്ട് ബാറ്റിൽ ഗ്രൗണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഞാനിവിടെ ഇൻറ്റു അടിച്ച് ഇത് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മാച്ച് നിൽക്കുന്ന മാച്ചിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നത് കാണിച്ചിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ക്യാരക്ടർ വയ്ക്കുന്നുണ്ടോ ക്യാരക്ടറിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യാം. കാരണം ഇമോട്ട് ഇടാം. നമുക്ക് മാപ്പ് സെലക്ട് ചെയ്യാം. ഒരു സമയം ഏത് മാപ്പ് എടുക്കണം അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ 2 രീതിയിൽ കാണിച്ചിടാം. മൊബൈലിൽ നമുക്ക് BGMI മൊബൈൽ ഓൺ ചെയ്ത് കളിക്കാൻ പറ്റുമോ, അതോ നമുക്ക് ഇങ്ങനെ തന്നെ കളിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കാണിച്ചില്ല. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് കൊടുക്കണം. ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. കളിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ കുറേ വട്ടം നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് W പ്രസ് ചെയ്യുമ്പോൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം നമുക്ക് ഒരിക്കലും ഫയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ കുറേ വട്ടം നോക്കിയിരുന്നു ഫയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. W ഞെക്കുമ്പോൾ മൂവ് ആകുന്നുണ്ട്, S ഞെക്കുമ്പോൾ മൂവ് ആകുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഫയർ ഫയറും ചെയ്യത്തില്ല. കാരണം ഫയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കൺട്രോളിൽ പോയി ഞെക്കണം. പക്ഷെ നമുക്കതൊരു സമയം പാടാണ്. നമുക്ക് ഫയർ ചെയ്ത് ഇത് ചെയ്യാനൊക്കെ പാടാണ്. ഇപ്പോൾ ഒരേ സമയം ഈ സ്കോപ്പ് ഇത് ചെയ്യണം, അതൊക്കെ പാടാണ്. പക്ഷേ നമുക്ക് അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. കാര്യം സ്കോപ്പ് ചെയ്തുകൊണ്ട് ഫയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഇനി ഫയറിന് വേറെ വല്ല ബട്ടൺ ഉണ്ടോ, അതോ ഇനി ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. അവരും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നു. കാര്യം നമുക്ക് ഫയർ ചെയ്യുമ്പം ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യും. റീസ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ മൊബൈലിൽ ഇത് ഓപ്പണായി വരും. മൊബൈലിലാണ് ഓപ്പണായി വരുന്നത്. നമ്മുടെ PC-യിൽ അത് ഓപ്പൺ ആകത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. കണ്ടോ, PC-യിൽ ഓപ്പൺ ആകത്തില്ല. ഒരേ സമയം രണ്ടിടത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരേ സമയം നമുക്ക് രണ്ടിടത്ത് ഗെയിം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരേ സമയം നമുക്ക് രണ്ടിടത്ത് ഗെയിം ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരേ സമയം ഒരിടത്ത് മാത്രമേ ഗെയിം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ പാനൽ മൊബൈലിൽ തന്നെ കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷൻസ് കാണും. അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നോക്കണം. നമ്മുടെ മൊബൈലിൽ കൺട്രോൾ പാനൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കളിക്കാൻ പറ്റുന്ന ടൈപ്പിൽ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. സെർവർ ലോസ്റ്റ് എന്ന് പറഞ്ഞാണ് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. കാരണം എനിക്ക് ഡെക്സിനകത്ത് ആ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൊണ്ട് ബെറ്റർ ആയിരുന്നു നമ്മുടെ മൊബൈൽ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മൊബൈലിൽ നമ്മളിങ്ങനെ അനക്കുമ്പോൾ ഗൈറോ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, മൊബൈൽ അനക്കുന്നതനുസരിച്ച് ക്യാരക്ടർ മൂവ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെ കിടന്ന് അനങ്ങുന്നുണ്ട്. കണ്ടോ, ഒരു ഭൂമിയിലൊക്കത്തിനെ പോലെ. പക്ഷേ നമ്മുടെ മൊബൈൽസിനകത്തെ ഒരു കാര്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല. നോർമലി അതെന്താണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ മൊബൈലിൽ നമ്മളിങ്ങനെ അനക്കുന്നതനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ അവിടെ കിടന്നാണ്. ഇപ്പോൾ ഞാൻ മൊബൈൽ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് പോലും ഓഫ് ചെയ്തു, എന്നിട്ട് പോലും ക്യാരക്ടർ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നല്ല കൊള്ളാം. ബാക്കി കൺട്രോൾസും കൂടെ നമുക്ക് അവിടെ വശമായി കിട്ടുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നു. ഗെയിംസും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാപ്പിൽ കണക്ട് ചെയ്തിട്ട് കളിക്കാൻ സാധിക്കുമായിരുന്നു. സോ ഇത് നല്ലൊരു കിടിലൻ ഫീച്ചറാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ കോൾ വന്നാൽ പോലും നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്, കോളിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അതുപോലെ നോട്ടിഫിക്കേഷനാണിത്. നോട്ടിഫിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഡെക്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ആപ്പും ആക്സസ് ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താലേ ഓപ്പൺ ആവത്തുള്ളൂ, അല്ല സിംഗിൾ ടാപ്പ് ചെയ്താൽ ഓപ്പൺ ആവില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെക്സിനകത്ത് ക്യാമറ ഓപ്പൺ ചെയ്യണം. ഇപ്പം ഞാനിവിടെ ക്യാമറ ഓപ്പൺ ചെയ്യണം. ക്യാമറ ഓപ്പൺ ചെയ്താൽ ക്യാമറ വർക്ക് ചെയ്യും. ഒരിക്കലും അത് PC-യുടെ ക്യാമറ അല്ല, മൊബൈലിൻ്റെ ക്യാമറയാണ് വർക്ക് ആയി കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മൊബൈലിൽ കാണിക്കാമെന്ന് പറഞ്ഞാൽ, മൊബൈലിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേളിലായിട്ട് നോട്ടിഫിക്കേഷൻ കാണിക്കും. കണ്ടോ, മൊബൈലിൻ്റെ ക്യാമറ വർക്കിംഗ് ആണെന്നുള്ളത് കാണിക്കും. ഞാനിവിടെ മൊബൈലിൽ ഓപ്പൺ ചെയ്താൽ ഉടനെ റീസ്റ്റാർട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരിക്കലും PC-യിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരേ സമയം ഒരിടത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൊബൈലിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം, ഒക്കെ സാധിക്കും. എല്ലാം സാധിക്കും. നമുക്ക് ഫോട്ടോ എടുക്കാനും സാധിക്കും. അപ്പം വീഡിയോസ് എടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ എല്ലാം
നമുക്ക് പറ്റും. ഇപ്പോൾ ഇവിടെ അതിനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. നോർമലി എല്ലാത്തിനും നമുക്ക് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചെറുക്കൻ അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നോട്ട്സ് ഓപ്പൺ ചെയ്ത് നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഏതൊക്കെ നോട്ട്സ് ഞാൻ ഫീൽഡ് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം നമുക്കിവിടെ കാണാം. അതല്ല നിങ്ങൾക്ക് പുതിയ നോട്ട്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നോട്ട്സ് എടുത്ത ശേഷം നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലും ഫീൽഡ് ചെയ്യാം. ബിസിനസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് PC മുഖേന ഇവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഡെക്സിൻ്റെ ഒരു യൂസ്ഫുൾ. അപ്പോൾ ഡെക്സ് യൂസ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം, സാംസങ് ഡിവൈസ് കയ്യിലുള്ളവരെല്ലാം, ഡെക്സ് ഓപ്ഷൻ ഉള്ളവരെല്ലാം ഡെക്സ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഡെക്സ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സാംസങ് ഡെക്സ് എന്ന് പറഞ്ഞൊരു PC ആപ്ലിക്കേഷൻ കിട്ടും, വിൻഡോസിൻ്റെ. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫോൺ കണക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഫോണെ സിഗ്നൽ ചെയ്തിട്ട് കണക്റ്റ് ആക്കി തരും നിങ്ങൾക്ക്. അപ്പോൾ ഫോണിനകത്തൊരു നോട്ടിഫിക്കേഷൻ വരും. അത് സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ സ്ക്രീനിങ് നിങ്ങൾക്ക് PC-യിൽ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഡെക്സിനകത്ത് ഏത് ആപ്പ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണോ അതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. കാര്യം ഒരു മിനി PC അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ TV ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡെക്സിനകത്തൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് ആൻഡ്രോയിഡ് TV ആണോ അതോ ഇനി നോർമൽ TV-യിൽ കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യുമെന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. നോർമലി അത് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വേഗേസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുവരെ ബൈ.